പ്രകടന പത്രികയിൽ ഭിന്നിച്ച് ഇന്ത്യ സഖ്യം. വിവിധ വിഷയങ്ങളിൽ ഓരോ കക്ഷികൾക്കും ഓരോ നിലപാടാണ്. CAA, ജമ്മുകാശ്മീരിന്റെ പ്രത്യേക അധികാരം, ഓൾഡ് പെൻഷൻ സ്കീം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഭിന്നത തുടരുന്നു. അതേസമയം മണിപ്പൂരിനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. മണിപ്പൂരിൽ സമാധാനം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുമെന്നും മണിപ്പൂർ ജനതയെ ഭിന്നിപ്പിക്കുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്ത്യ സഖ്യം രൂപീകൃതമായതു മുതൽ നേതൃസ്ഥാനത്തിനു വേണ്ടിയുള്ള ഭിന്നിപ്പ് അതിരൂക്ഷമായി തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രകടന പത്രികയിലടക്കം ആ ഭിന്നിപ്പ് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ രോഹിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം ഈ മാസം 19-ന് നടക്കാനിരിക്കെ പരസ്യപ്രചരണം നാളെ അവസാനിക്കുകയാണ്. അതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം അവരുടെ പ്രകടന പത്രിക ഏതാണ്ട് പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ പ്രകടന പത്രിക ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികളുടെ പ്രകടന പത്രിക പരിശോധിക്കുമ്പോൾ വളരെ രസകരമെന്നത് ഓരോ കക്ഷികളും ഓരോ നിലപാടാണ് വിവിധ വിഷയങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണത്തിന് CAA വളരെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. അതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കകത്ത് പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒരക്ഷരം പോലും പറയുന്നില്ല. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ മറ്റ് സഖ്യകക്ഷിയായിട്ടുള്ള CPM, CPI, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം DMK, ഈ കക്ഷികളെല്ലാം പൗരത്വ ഭേദഗതി നിയമം നിരോധിക്കും അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണമെന്ന നിലപാട് അവരുടെ പ്രകടന പത്രികയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ INDA മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആകട്ടെ അവരുടെ പ്രകടന പത്രികയിൽ ഇക്കാര്യം പറയുന്നില്ല. ഉത്തർപ്രദേശിൽ നിർണായക ശക്തിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിയോ അതല്ലെങ്കിൽ ബീഹാറിലെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള RJD ഒന്നും ഇക്കാര്യം പറയുന്നില്ല. കാരണം ഉത്തരഭാരതത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്ന കാരണം കൊണ്ടാണ് കേരളത്തിൽ പോലും CAA പറ്റി വലിയ തോതിൽ തെറ്റായ പ്രചരണം നടത്തുന്ന കോൺഗ്രസ് ഉത്തരഭാരതത്തിലേക്ക് എത്തുമ്പോൾ അതേപ്പറ്റി പറയുന്നില്ല. സമാജ്വാദി പാർട്ടിയും RJDയും അടങ്ങുന്ന നോർത്ത് ഇന്ത്യയിൽ നിർണായക ശക്തിയുള്ള അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ഈ പാർട്ടികളൊന്നും CAA പറ്റി പറയുന്നില്ല. പക്ഷേ ദേശീയ തലത്തിൽ അപ്രസക്തമായ കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന CPM-ഉം CPI-യും ഒക്കെ ആകട്ടെ അവരുടെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം സ്ക്രാപ്പ് ചെയ്യുമെന്നത് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരമാണെങ്കിലും ജമ്മു കാശ്മീരിൽ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്ന നിലപാടിൽ നിന്നും കോൺഗ്രസ് മെല്ലെ പിന്നോട്ട് പോവുകയാണ്. കാരണം അത് കശ്മീരിൽ ഉൾപ്പെടെ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തെപ്പറ്റി അത്രത്തോളം വാദിക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോഴും അതിനകത്ത് കശ്മീരിൻ്റെ പ്രത്യേക അധികാരം തിരികെ നൽകുമെന്ന ഭാഗം കോൺഗ്രസ് ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ഭാരത് ജോഡോ യാത്രയൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിൽ ശ്രീനഗറിൽ നിന്ന് സംസാരിച്ച രാഹുൽ അന്ന് പറഞ്ഞിരുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ അധികാരം കിട്ടിയാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്നതാണ്. പക്ഷേ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ നിന്നും ഈ വിഷയം മാറ്റുന്നു. പക്ഷേ CPI അതോടൊപ്പം തന്നെ CPM തുടങ്ങിയ കക്ഷികൾ പ്രകടന പത്രികയ്ക്കകത്ത് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നാഷണൽ കോൺഫറൻസ്, PDP തുടങ്ങിയ കക്ഷികളും സമാന നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒപ്പം ഓൾഡ് പെൻഷൻ സ്കീം പോലെയുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് വരുന്നു. ഒപ്പം RJD ബീഹാറിൽ പറയുന്നത് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ബീഹാറിന് പ്രത്യേക സ്റ്റാറ്റസ് നൽകും എന്നതാണ്. പക്ഷേ മറ്റ് കക്ഷികളൊന്നും ഈ രീതിയിൽ ബീഹാറിന് പ്രത്യേക പാക്കേജോ പ്രത്യേക അധികാരമോ നൽകുന്നില്ല അല്ലെങ്കിൽ നൽകുമെന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആകെ ഈ പ്രകടന പത്രികകൾക്കകത്ത് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വിവിധ വിഷയങ്ങളിൽ വരുന്നു. നേരത്തെ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട INDA മുന്നണിക്കകത്ത് അഭിപ്രായ ഭിന്നത ശക്തമാവുകയും ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി ശിഥിലമാവുകയും ഒക്കെ ചെയ്തു. കശ്മീരിൽ അത് ശിഥിലമായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിലെ വൈരുദ്ധ്യം മൂലം ഇപ്പോൾ INDA മുന്നണി മറ്റൊരു വലിയ പ്രതിസന്ധി കൂടി നേരിടുന്നത്. രോഹിണി.